ചെറിയൊരു സംശയം ചോദിക്കാനുണ്ട്. നമ്മളിവിടെ കോളേജിൽ ഇപ്പോൾ ജുമുഅ നടക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യത തീർക്കുന്ന പോലെയാണ്. കാരണം ഒന്നാമത് ഇവിടെ 40 ആൾക്കാരില്ല നിസ്കരിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ അടുത്തെവിടെയും ജുമുഅൻ്റെ സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്ന പള്ളിയുമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 ആളുകളുണ്ട്, 40 ആളുകളില്ല. ശരിക്കും 10-30 ആളുകളാകെ ഉള്ളത്. അതിൽ തമിഴന്മാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ കൂടി നിന്നാണ്ട് നിസ്കരിക്കലാണ് ജുമുഅക്ക്. കുത്തുബ ഒന്നും ശരിക്കല്ല, അവരാണ് ചിലർ, ഏതോ ഒരു തമിഴനാണ് ചെല്ലൽ കുത്തുബ. അത് 1 മിനിറ്റ് ആകെ കുത്തുബ ഉണ്ടാവുള്ളൂ, 1 മിനിറ്റ് പോലും ശരിക്കും ഉണ്ടാവില്ല. അപ്പോൾ നിസ്കാരവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെ അടുത്ത് വേറെ എവിടെ ഇല്ല, പള്ളിയൊന്നുമില്ല. നിസ്കാരം കുഴപ്പമൊന്നുമില്ല, കുത്തുബക്കാണ് പ്രശ്നം. അപ്പോൾ ഈ കുത്തുബ ശരിയായിട്ടില്ലെങ്കിൽ നമ്മളെ നിസ്കാരം ശരിയാവുമോ? എന്താ ഉസ്താദിൻ്റെ അഭിപ്രായം? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോടമ്പുഴക്കാരനായ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ചോദ്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തിനോട്, നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലവാസികളല്ലാത്ത മറ്റു നാട്ടുകാർ തട്ടിയൊപ്പിച്ച് ഖുതുബയും ജുമയും നിർവഹിക്കൽ നിങ്ങൾക്ക് നിർബന്ധമേ അല്ല. എന്നു മാത്രമല്ല, നിബന്ധനകളൊക്കാത്ത ജുമുഅ അത് പ്രതിഫലാർഹമല്ല എന്നു മാത്രമല്ല, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമേ ഉണ്ടാകും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊട്ട് അടുത്ത് എവിടെയും സൗകര്യപ്പെടും വിധം സ്വഹീഹായ ജുമുഅ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കൂടണം. ഇല്ലെങ്കിൽ നിങ്ങൾ ജമാഅത്തായി ളുഹർ നിസ്കരിച്ചാൽ മതി. നിബന്ധനകളൊക്കാത്ത ഏതെങ്കിലും വിധം നിങ്ങൾ തട്ടിയൊപ്പിച്ച് ഖുതുബ നിർവഹിക്കുകയോ ജുമുഅ നിർവഹിക്കുകയോ അല്ല വേണ്ടത്. നിബന്ധനകൾ ഒക്കാത്ത ജുമുഅ അസാധുവാണ് എന്നത് വ്യക്തമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ജമാഅത്തായി ളുഹർ നിസ്കരിക്കൽ മാത്രമേ നിങ്ങളുടെ മേൽ നിർബന്ധമുള്ളൂ. അസ്സലാമു അലൈക്കും. മഗ്‌രിബ് ഇശായിലേക്ക് ജമ്മാക്കിയിട്ട് വീട്ടിൽ നിന്ന് ജമ്മാക്കി നിസ്കരിക്കാൻ പറ്റുമോ? വീട്ടിലെത്തിയിട്ട് മഗ്‌രിബ് ഇശാവും കൂടി. ജംഅ, ഖസ്ർ എന്നിവയൊക്കെ യാത്രക്കാരന് അല്ലാഹു തആല നൽകുന്ന ആനുകൂല്യങ്ങളാണ്. യാത്രക്കാരല്ലാത്തവർക്കും ചില സന്ദർഭങ്ങളിൽ മറ്റു പലതുകൊണ്ടും ആനുകൂല്യമുണ്ട്. അത് ഞാൻ മറന്നല്ല പറയുന്നത്. പൊതുവെ യാത്രാനുകൂല്യമായ ജംഉം ഖസ്റും യാത്ര തുടങ്ങിയതിൻ്റെ ശേഷം മാത്രമേ അനുവദനീയമാകൂ. യാത്ര തുടങ്ങി എന്ന് പറയണമെങ്കിൽ പോകുന്നവൻ ഏതൊരു നാട്ടിൽ നിന്നാണോ പ്രദേശത്തിൽ നിന്നാണോ യാത്ര പോകുന്നത് ആ പ്രദേശത്തിൻ്റെ അതിർത്തി വിട്ടു കടന്നിരിക്കണം. കൊട്ടപ്പുറത്ത്, ഉദാഹരണം, എൻ്റെ ആത്മസുഹൃത്തായ അൻവർ സാഹിബ് എന്നവർ കൊട്ടപ്പുറത്തുകാരനായ അൻവർ സാഹിബ് കൊട്ടപ്പുറത്തിൽ നിന്നും യാത്ര പോകുമ്പോൾ കൊട്ടപ്പുറത്ത് വീട്ടിൽ വെച്ചോ അവിടുത്തെ പള്ളിയിൽ വെച്ചോ ഒന്നും ജംഉം ഖസ്റും അനുവദനീയമല്ല. കൊട്ടപ്പുറം എന്ന നാടിൻ്റെ പരിധികളെല്ലാം വിട്ടതിൻ്റെ ശേഷം ഒന്നുകിൽ എയർപോർട്ടിൻ്റെ അടുത്തുള്ള കൊളത്തൂരോ അല്ലെങ്കിൽ അങ്ങേ ഭാഗത്തേക്ക് ഐക്കരപ്പടിയോ മറ്റോ, ചുരുക്കത്തിൽ തൻ്റെ നാടിൻ്റെ അതിർത്തി പൂർണ്ണമായും വിട്ടുപിരിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ജംഉം ഖസ്റും അനുവദനീയമാകൂ എന്നു സാരം. അല്ലാഹു തആല ഹജ്ജ്, ഉംറ അടക്കം ഖൈറായ യാത്രകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.